കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ഞായറാഴ്ച രാത്രി ഉണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1400 കവിഞ്ഞു. 3000-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരം. തടിയും ചെളിയും കൊണ്ടുണ്ടാക്കിയ ദുർബലമായ വീടുകളും ഭൂകമ്പ നേരത്ത് ആളുകൾ ഉറക്കത്തിലായിരുന്നു എന്നതുമാണ് മരണസംഖ്യ ഉയരാൻ കാരണമായത്. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ കിഴക്കൻ അഫ്ഗാനിസ്ഥാനിൽ ചൊവ്വാഴ്ച 5.2 തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടായി. ജലാലാബാദിന് 27 കിലോമീറ്റർ വടക്ക് കിഴക്കായി 8 കിലോമീറ്റർ ആഴത്തിലായിരുന്നു പ്രഭവ കേന്ദ്രം. MG മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഞായറാഴ്ച ഉണ്ടായ ഭൂകമ്പം, അതിൻ്റെ പരിണിത ഫലം അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഒഴിയുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു ഭൂകമ്പം കൂടി ഉണ്ടായിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തെ പോലും ഇത് വളരെ പ്രതികൂലമായി ബാധിക്കുന്നില്ലേ? തീർച്ചയായും അത്തരത്തിൽ ഉള്ള അതിസങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് അഫ്ഗാൻ ജനത കടന്നു പോകുന്നത്. കാരണം ഞായറാഴ്ച രാത്രി ഉണ്ടായ ആ ഭൂകമ്പത്തിൽ 6.1 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ആ ഭൂകമ്പത്തിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും ഒപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ മേഖലകളിലൊക്കെ ഈ തടി കൊണ്ടും മറ്റുമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വീടുകളാണ്. അതിൽ രാത്രിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നത്. അത്തരത്തിൽ കൂടുതൽ പേർ ഇതിനിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതുവരെയും അവരെയൊക്കെ പുറത്തെത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത്രത്തോളം ദുഷ്കരമായി അവിടുത്തെ രക്ഷാപ്രവർത്തനം തുടരുന്ന സാഹചര്യമാണ്. കാരണം ഈ മേഖലകളിലേക്ക് പലയിടങ്ങളിലേക്കും ആളുകൾക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. മറ്റൊന്ന്, കനത്ത മഴ, അത് വലിയ വെല്ലുവിളിയായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇന്നലെ രാത്രി ഈ ഞായറാഴ്ച ഭൂകമ്പം ഉണ്ടായതിന് ഏകദേശം 7 കിലോമീറ്റർ അകലെ മാത്രമായി മറ്റൊരു ഭൂകമ്പം കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. 5.5 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. അതേ തുടർന്ന് വീണ്ടും ഭയചകിതരായി ആളുകൾ ഭയന്നോടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അത്രത്തോളം ആശങ്കാജനകമായ സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അന്താരാഷ്ട്ര സമൂഹം തങ്ങളെ സഹായിക്കാൻ രംഗത്ത് വരണമെന്നുള്ള അഭ്യർത്ഥന താലിബാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഹിന്ദ്കുഷ് പർവ്വത മേഖലയിലാണ് ഇത്തരത്തിലുള്ളൊരു പാകിസ്ഥാന്റെ അതിർത്തി മേഖലയാണ്. കിഴക്കൻ അഫ്ഗാനിസ്ഥാനാണ്. അവിടെയാണ് ഈ ഒരു ഭൂകമ്പം ഏറെക്കുറെ ബാധിച്ചിട്ടുള്ളത്. കുനാർ ഒപ്പം തന്നെ നഹങ്കർ പ്രവിശ്യകളെയാണ് ഈ ഭൂകമ്പം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. ഒട്ടേറെ ഗ്രാമങ്ങൾ പൂർണ്ണമായും തകർന്നടഞ്ഞിട്ടായിട്ടുണ്ട്. ഇതിൽ ചില ഗ്രാമങ്ങളിലേക്ക് ഇതുവരെയും ആളുകൾക്ക് എത്തിപ്പെടാനോ അല്ലെങ്കിൽ സേനാ വിഭാഗങ്ങൾക്ക് എത്തി അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനോ ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇതിൻ്റെ വ്യാപ്തി കൂടുതലുണ്ട് എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ പേർ മരണത്തിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. അത്രത്തോളം മരണസംഖ്യ ഉയരാനുള്ള ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും കഴിഞ്ഞ 2 വർഷം 2022-ലും 2023-ലും സമാനമായ രീതിയിൽ വലിയ രീതിയിൽ ഭൂകമ്പം ഉണ്ടാവുകയും അവിടെ നിരവധി പേർ 2000-ലധികം പേർ മരണപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വീണ്ടും രാജ്യത്തെ നടുക്കിക്കൊണ്ടുള്ള മറ്റൊരു ഭൂകമ്പത്തിനു കൂടി അഫ്ഗാൻ ജനത സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്ത്യയും ചൈനയും അടക്കം ഇതിനകം തന്നെ സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാബൂളിലേക്ക് 1000 ടെന്റുകൾ അയച്ചതായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും 15 ടൺ ഭക്ഷ്യവസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് കൂടുതൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള സഹായം ഇന്ത്യയിൽ നിന്ന് അയക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലോകരാജ്യങ്ങളിൽ മറ്റുള്ളവരൊക്കെ, അതായത് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമൊക്കെ സഹായവുമായി അഫ്ഗാനിസ്ഥാന് മുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതിസങ്കീർണമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് തന്നെയാണ് സൈന്യം നേതൃത്വം വഹിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. MG മിഥുനാണ് വിശദാംശങ്ങളുമായി ചേർത്തത്.